ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു സുസുക്കിയുടെ ബർഗ്മാൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 20 സ്പീഡ് വരെ കറക്റ്റായിട്ട് പോകും. അതിൻ്റെ മേലേക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് മിസ്സിങ് വരികയാണ്. നമ്മൾ കയറ്റൊക്കെ കയറുമ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി മിസ്സിങ്ങോട് കൂടിയാണ്, മിസ്സിങ് വരികയാണ്, വണ്ടി പോകുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നിർത്തിയിട്ട് വലിപ്പിച്ചിട്ട് മെല്ലെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റായിട്ട് ഇതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മളെ EGR-ൻ്റെ പൈപ്പ് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യണം. കാർബറേറ്റർ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിലിപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുന്ന് വലിപ്പിച്ച് ഓടിക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ല. ഇപ്പോഴൊക്കെ വണ്ടി മൂവ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കയറ്റം പോലത്തെ സ്ഥലത്തിൽ അല്ലെങ്കിൽ നിരപ്പായ സ്ഥലത്തൊക്കെ കുറച്ചുകൂടി സ്പീഡിൽ പോവുകയാണെങ്കിൽ മിസ്സിങ് വരികയാണ്. അതൊരു 20 സ്പീഡിൻ്റെ മേലൊക്കെ കയറുമ്പോൾ വണ്ടി മിസ്സിങ് ആവുകയാണ്. അപ്പോൾ എന്താ നമുക്ക് കംപ്ലൈൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് സീറ്റ് ഇതുപോലെ അയക്കണം കേട്ടോ. സീറ്റ് അയച്ചിട്ട് നമുക്ക് ഇവിടെ അതുപോലെ ഇവിടെ 2 സ്ക്രൂ വരും, ഇവിടെ 2 സ്ക്രൂ വരും. പിന്നെ നമുക്ക് ബോൾട്ടുകളാണ്. ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, പിന്നെ ഇവിടെയും ഇവിടെ 2 സ്ക്രൂ. ഇത്രയും കാര്യങ്ങളാട്ടോ. ഇത്രയും കാര്യങ്ങൾ ഊരിയാൽ നമുക്ക് സീറ്റ് കൊണ്ട് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതിനുള്ള സ്ക്രൂകൾ ഒരു 3-4 സ്ക്രൂകൾ വരുന്നുണ്ട്. അതും റിമൂവ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് സീറ്റ് ഇതുപോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റായിട്ട് നമ്മളിതുപോലെ, പിന്നെ ഉള്ളിൽ 2 ബോൾട്ടുകൾ വരും, പുറമേയും 2 ബോൾട്ടുകൾ വരാറുണ്ട്. അതുകൂടി റിമൂവ് ചെയ്ത് അതുപോലെ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ സീറ്റ് അഴിച്ച ഭാഗത്തൊരു ഫ്രണ്ടിലൊരു പീസ് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് പീസ്. അത് നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകേണ്ടത് EGR-ൻ്റെ പൈപ്പ് എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. EGR-ൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ കുഴപ്പം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏതായാലും നമുക്ക് രണ്ടാമതായിട്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് എയർ ഫിൽറ്ററിൻ്റെ ഇത് വരുന്നത്. മേലെ 2 ക്ലിപ്പ് ഉണ്ട്, താഴെ ഇതുപോലെ ഒരു സ്ക്രൂ ഉണ്ട്. താഴെ ഇതുപോലെ 4 സ്ക്രൂകൾ വരുന്നുണ്ട്. 3 സ്ക്രൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്ക്രൂ ഇതിൽ മിസ്സിംഗ് ആണ്. വണ്ടി വന്നപ്പോൾ തന്നെ ഒരു സ്ക്രൂ ഇതിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, ഏതായാലും നമ്മൾ അയച്ചെടുത്ത് ഇതിനുള്ളിലൂടെ ഇങ്ങനെ അയച്ചെടുത്ത് അത് ഇവിടെ കിട്ടും കേട്ടോ. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് അയച്ചപ്പോൾ നമുക്കൊരു സ്പോഞ്ച് ഇവിടെ കാണാം. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ എയർ ഫിൽറ്ററും കാണാൻ പറ്റും. എയർ ഫിൽറ്റർ നമ്മൾ എന്തായാലും എയർ അടിച്ച് ഇടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം എയർ ഫിൽറ്റർ അയക്കുകയാണെങ്കിൽ നമ്മൾ മാറ്റണം. കാരണം എയർ അടിച്ചിട്ടാലും അതിൽ നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പൊടി പടലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എയർ ഫിൽറ്റർ മാറ്റണം ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ അത് ഏതായാലും നമ്മൾ തിരിച്ച് തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് കയറ്റുകയാണ്. എയർ ഫിൽറ്റർ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റണില്ല. തൽക്കാലം ഈ ഒരു എയർ ഫിൽറ്ററിനെ ഒന്ന് പൊടി തട്ടിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ തിരിച്ച് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഫിൽറ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒരു ബോക്സ് കണക്ട് ചെയ്തു. അതിൻ്റെ ടോപ്പ് ഇട്ട് മേലെയുള്ള 2 ക്ലിപ്പുകൾ ഇട്ടതിന് ശേഷം താഴെയുള്ള നമ്മളെ സ്ക്രൂകളും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മൂന്നാമത് നമ്മൾ നോക്കുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മളിതുപോലെ അയച്ചു നോക്കാം കേട്ടോ. ഓക്കെ, പ്ലഗ് സ്പാനർ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ത്രെഡ് നമ്മൾ ഇതുപോലെ ലൂസാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ പ്ലഗ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലഗിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലഗ് ചെക്ക് ചെയ്യാറുള്ളത് നമ്മൾ ഇഗ്നിഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന സ്പാർക്ക് എത്രത്തോളം ഉണ്ട് ആ ഒരു രീതിയിൽ ആ പ്ലഗ് ശരിക്കും നോക്കാറുള്ളത്. മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൾട്ടിമീറ്ററിൽ നമുക്ക് കറക്റ്റ് ഓംസ് കിട്ടുന്നുണ്ടോ നോക്കണം. അതായത് ഈ ഒരു പ്ലഗ് സ്പാർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും, പക്ഷേ ഇതിലുള്ള കറക്റ്റ് ഓംസും കാര്യങ്ങളൊക്കെ റെസിസ്റ്റൻസ് കറക്റ്റ് ആണോ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്ലഗ് മൾട്ടിമീറ്ററിൽ ജസ്റ്റ് ഓംസിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയ പ്ലഗ്ഗാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു രീതിയിൽ ഒരു 4 ഓംസൊക്കെ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു 3-4 ഓംസൊക്കെ കാണിക്കുന്നുള്ളൂ. ശരിക്കും നമുക്കൊരു 5-6 വരെ പോകാം ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഓംസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിമുള്ളതൊരു NGK എന്നുള്ള കമ്പനിയുടെ പ്ലഗ്ഗാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ബോഷിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കാൻ പോകേണ്ട പ്ലഗ് ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പ്ലഗ്ഗാണ്. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റ് 6 ഓംസ് അല്ലെങ്കിൽ 5 ഓംസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലഗ് കണ്ടീഷനാണ്. അപ്പോൾ ഈ പ്ലഗ് നമുക്ക് ഇട്ട് കൊടുക്കാം.
പ്ലഗിൻ്റെ കാര്യം അപ്പോൾ ഇത്രയാണ്. നമ്മൾ പ്ലഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതുപോലെ ചെക്ക് ചെയ്ത് പ്ലഗ് ഇപ്പോൾ ആ ഒരു പ്ലഗ് മാറ്റിയിട്ട് കൊടുത്തിട്ട് വേറെ പ്ലഗ് വെച്ച് കൊടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഇതുപോലെ പുതിയ പ്ലഗ് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ത്രെഡിലേക്ക് കയറ്റിയതിന് ശേഷം തിരിച്ചു കൊടുക്കുകയാണ്. ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പ്ലഗ് സ്പാനർ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ല അവസാനം നമുക്ക് ഫൈനൽ ടൈറ്റിന് വേണ്ടിയിട്ട് റിംഗ് സ്പാനർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ HT കേബിൾ, ഹൈ ടെൻഷൻ കേബിൾ വെച്ച് കൊടുത്താൽ നമ്മുടെ പ്ലഗിൻ്റെ വർക്ക് തീർന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാർബറേറ്റർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്യൂവൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ഫ്യൂവൽ പ്രോപ്പറായിട്ട് നമ്മൾ വണ്ടിക്ക് കിട്ടും, കാർബറേറ്ററിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ഫ്യൂവൽ പ്രോപ്പറായിട്ട് വരുന്നില്ലെങ്കിൽ ഇവിടെ വരുന്ന അസംബ്ലി നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കാര്യങ്ങളൊന്നും കുഴപ്പം കാണുന്നില്ല. നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്ത് സെൽഫ് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പെട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണ് കേട്ടോ, വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കാർബറേറ്ററിൻ്റെ മെയിനായിട്ട് നോക്കാനുള്ളത്. കാർബറേറ്റർ നമുക്ക് എന്തായാലും അയച്ചെടുക്കാം. കാർബറേറ്ററിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലാതെ ഇത്രയും മിസ്സിങ് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് മിസ്സിങ് വരുന്നത്. അപ്പോൾ കാർബറേറ്റർ എന്തായാലും അടഞ്ഞതായിരിക്കും. എന്തായാലും നമുക്ക് കാർബറേറ്റർ അയച്ചു നോക്കാം. അപ്പോൾ കാർബറേറ്റർ ഇതുപോലെ നമ്മൾ അയച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം നമുക്ക് ഈ ബോൾട്ടുകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ഓസിൻ്റെ ക്ലാമ്പ് അയച്ചെടുക്കണം. എന്നിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു രീതിയിൽ അതുപോലെ നമ്മളെ ആക്സിലേറ്റർ കേബിളിൻ്റെ ആ ഒരു പിസ്റ്റൻ്റെ ആ ഒരു മേലെ ഭാഗം ഉണ്ടാവും, അത് ജസ്റ്റ് ഇതുപോലെ റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. പിന്നെ നമ്മളെ ചോക്ക് വരുന്നുണ്ട്, ചോക്കിൻ്റെ ആ ഒരു കേബിളും കാർബറേറ്ററിൻ്റെ അവിടെ നിന്ന് വിടിയിപ്പിക്കണം. പിന്നെ അവിടെ നിന്ന് നമ്മളെ കാർബറേറ്ററിന് അവിടെ നിന്ന് 2 വയർ ഉണ്ടാവുമല്ലോ, നമ്മളെ ഈ ഒരു സെൻസറിൻ്റെ വയർ, ഒരു വയറും റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്താൽ ഇതുപോലെ നമുക്ക് കാർബറേറ്റർ പുറത്തേക്ക് എടുക്കാം. പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകട്ടോ. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒഴിവാക്കിയ പാത്രമോ മറ്റോ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒഴിവാക്കിയ ഒരു പാനാണ്, അത് നമ്മൾ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ പീസ് ആക്കിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതാണ് പ്രശ്നം, കംപ്ലൈൻറ്റ്. മെയിൻ ജെറ്റിൽ കച്ചറ തുടങ്ങിയതാണ്. ഇതുകൊണ്ടാണ് വണ്ടി മിസ്സിങ് ആകാനുള്ള കാരണം. മനസ്സിലായില്ലേ? സ്റ്റാർട്ടിങ്ങിലും സ്ലോവിൽ പോകാനും ഈ ജെറ്റിൽ കൂടെ എണ്ണ കയറുക, സ്ലോ ജെറ്റ്. നമ്മൾ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുമ്പോൾ മെയിൻ ജെറ്റിലാണ് എണ്ണ കയറുക. ഒരു 20 സ്പീഡിന് മേപ്പോട്ട് കയറുമ്പോൾ ഇതിലാണ് എണ്ണ കയറുക. 20 സ്പീഡിൻ്റെ താഴെയും സ്റ്റാർട്ടിങ്ങിലും ഈ ജെറ്റിലാണ് എണ്ണ കയറുക. അപ്പോൾ ഇത് പ്രോപ്പർ വർക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാണ്ട് ഓടാൻ കഴിയണ്ടേ. പക്ഷേ കയറ്റം കയറുമ്പോൾ എഞ്ചിൻ RPM കൂടുമ്പോൾ ഇതിലാണ് എണ്ണ പാസ് ചെയ്യേണ്ടത്. ഇത് വന്ന് ബ്ലോക്കായി, കരട് വന്ന് ബ്ലോക്കായി. ഈ കരട് വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് എണ്ണയിൽ വരുന്ന കരട്, അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൽ വരുന്ന കരട്. എയർ ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് കംപ്ലൈൻറ്റ്. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഓടിച്ച് നോക്കാം, പീസാക്കാം. കംപ്ലൈൻറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ മിസ്സിങ്ങിൻ്റെ മെയിൻ പ്രശ്നം നമുക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാർബറേറ്റർ അയച്ചപ്പോൾ മെയിൻ ജെറ്റിൻ്റെ അവിടെ ഒരു കരട് കുടുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇപ്പോൾ എയർ ഫിൽറ്റർ ആയാലും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സർവീസും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലുള്ള എണ്ണ പറ്റ അടിയായിട്ട് കൊണ്ടെടുക്കുന്നവർ, ടാങ്കൊക്കെ ഇപ്പോൾ ബ്ലിങ്ക് ആയാലും എണ്ണ അടിക്കാതെ അങ്ങനെ കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് ഇതുപോലെ കാർബറേറ്ററിൽ ഉള്ള കച്ചറ മൊത്തം കയറിയിട്ട് കാർബറേറ്റർ ബ്ലോക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഏതായാലും നമ്മൾ കാർബറേറ്റർ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ പെട്രോളിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിൽ 2 ജെറ്റുകളും ഇതുപോലെ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് തുറന്നു കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ അടിഭാഗത്ത് വരുന്ന കപ്പ് പിന്നെ നമ്മുടെ കാർബറേറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു സ്പ്രേ ഗൺ എന്തെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി കാർബറേറ്റർ മെയിനായിട്ട് കാർബറേറ്റർ മൊത്തമായിട്ട് അതിൻ്റെ ഇന്നർ സൈഡും ഔട്ട് സൈഡും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക. ആദ്യം എയർ സ്ക്രൂ ഇതുപോലെ റിമൂവ് ചെയ്യാം. നമുക്ക് എയർ സ്ക്രൂ റിമൂവ് ചെയ്താൽ എയർ സ്ക്രൂ ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഒരു സ്പ്രിങ്ങും ഉണ്ടാവും. സ്പ്രിങ് നമുക്ക് കുറച്ച് ഈ ഒരു സ്ക്രൂ ഊരി കഴിഞ്ഞാൽ തന്നെ അതിന് കൂടെ വരും.
ഇതുപോലെ കൊട്ടി കൊടുത്താൽ കാണാൻ പറ്റും, ചെറിയൊരു സ്പ്രിങ്. ഓക്കെ, അത് നമ്മൾ റിമൂവ് ചെയ്തു. അതും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു വൈറ്റ് പേപ്പറോ, വൈറ്റ് പേപ്പറിൽ നമ്മൾ ഒഴിവാക്കിയ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പെട്രോൾ അംശം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി വരും. ഓക്കെ, ഏതായാലും നമ്മൾ ജെറ്റുകളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അടവും കാര്യങ്ങളൊന്നും വരരുത്, എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവണം. പിന്നെ ഇതിനുള്ളിലൊക്കെ നല്ല കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കാർബറേറ്റർ അയക്കുന്ന വീഡിയോ കണ്ടവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അയക്കുന്ന സമയത്ത് ഇതിൽ നല്ല രീതിയിൽ ചെളിയും കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഈ ത്രോട്ടിലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാർബറേറ്റർ ഏതായാലും ഈ വാഹനത്തിന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് കാലം മുന്നേ ക്ലീൻ ചെയ്തതായിരിക്കും, അതുകൊണ്ടാവും. അതുപോലെ തന്നെ കസ്റ്റമർ ഇതുപോലെ എണ്ണ മര്യാദക്ക് അടിക്കാതെ, അതുപോലെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാതെ നമ്മൾ നടന്നാലുള്ള മെയിൻ പ്രശ്നം അതാണ്. അതുപോലെ നമ്മൾ ജെറ്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നടുവിൽ ഹോള് കാണാൻ പറ്റും, ആ ഒരു പിൻ സൈസിലുള്ള ഹോളുകൾ ഉണ്ടാവുള്ളൂ. ഇതിന് നടുവിലും ഹോളുകളൊക്കെ കറക്റ്റാണ്, അപ്പുറം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹോളുകളൊക്കെ നമ്മൾ കറക്റ്റായി തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മിസ്സിങ് വരരുത്. അപ്പോൾ നമ്മളിതുപോലെ ഡിസ്മാൻഡിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ അസംബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ജെറ്റ് കണക്ട് ചെയ്ത്, പിന്നെ ഇന്നർ ജെറ്റ്, ഓരോ ജെറ്റുകളായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മളെ ഫ്ലോട്ടിൻ്റെ കാര്യം, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എണ്ണ ഓവർഫ്ലോ പോലുള്ള പ്രശ്നങ്ങൾ, എണ്ണ ഇതിൽ നിൽക്കാതെ ഇതിൻ്റെ അടികൂടി ഇങ്ങനെ ഒലിച്ചു പോകുകയാണെങ്കിൽ ഇത് രണ്ടുകൂടി സെറ്റായിട്ട് മാറ്റണം. ഇതിൻ്റെ ഈ ഭാഗം തേയ്മാനം വരുമ്പോഴാണ്, ഈ കൂർത്ത മോയൻ്റെ ഇവിടെ തേയ്മാനം വരുമ്പോഴാണ് എണ്ണ ഇതിൽ നിൽക്കാതെ ഓവർഫ്ലോ ആയിട്ട് ഇതിൽ കൂടി പുറത്ത് പോകും. ഏത് കാർപ്പറ്റിലും, ഈ കാർപ്പറ്റിലൊന്നും മാത്രമല്ല. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടുകൂടി സെറ്റായിട്ട് മാറ്റും. ഇപ്പോൾ ഇതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളത് ഓക്കെ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അയക്കുന്ന സമയത്ത് മെയിനായിട്ട് നോക്കുന്നൊരു പ്രശ്നം കേട്ടോ, ഫ്ലോട്ട് കറക്റ്റായിട്ട് റെഡി ആണോ എന്നുള്ളത്. ഫ്ലോട്ടിൻ്റെ ആ ഒരു സൂചി പോലത്തെ ഭാഗം തേയ്മാനം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് തേയ്മാനം വരികയാണെങ്കിൽ നമ്മൾ വാഹനം നിർത്തിയിടുന്ന സമയത്തൊക്കെ നമ്മൾ എണ്ണ പൂട്ടിയാലും എണ്ണ ഓഫ് ചെയ്താലും ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പെട്രോളിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് വരിക എന്നുള്ളതൊക്കെ നമ്മൾ പലരും വണ്ടി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം. നമ്മൾ ഫ്ലോട്ട് മാറ്റാനായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മാറ്റണം അത്. ഓക്കെ, നമ്മൾ കാർബറേറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് മൊത്തം സെറ്റ് ചെയ്ത് ഇനി വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത്, എയർ ഫിൽറ്ററിൻ്റെ ഓസിൻ്റെ ആ ഒരു ഭാഗം, പിന്നെ ഈ ഒരു നമ്മൾ എൻജിൻ്റെ ഇൻലെറ്റിലേക്ക് കൊടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ഗ്യാസ്കറ്റ് വരും, ആ ഒരു ഗ്യാസ്കറ്റും അതിൻ്റെ ഓറിങ്ങും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതാട്ടോ, ഇത്തരത്തിൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്ത് നോക്കാം, നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ കാർബറേറ്ററിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കണക്ട് ചെയ്തു, രണ്ട് ഭാഗങ്ങളും കണക്ട് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചോക്കിൻ്റെ ആ ഒരു കേബിളും കണക്ട് ചെയ്തു, അത് ഫുൾ ടൈറ്റ് ചെയ്ത് അവസാനമായിട്ട് നമുക്ക് ഫ്യൂവൽ കറക്റ്റായിട്ട് എയർ പ്രഷറും കൊടുത്തതിന് ശേഷം ഫ്യൂവൽ ഹോസ് കണക്ട് ചെയ്ത്, ഓക്കെ, രണ്ട് ഹോസും കണക്ട് ചെയ്ത്, പിന്നെ നമ്മുടെ സെൻസർ TP സെൻസർ, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, അതിൻ്റെ കപ്ലറാണ് സാധാരണ ചില വണ്ടികൾക്ക് വരാറുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഇതുപോലെ രണ്ട് പിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ആക്സിലേറ്റർ കേബിള്, അതിൻ്റെ ഒരു പിസ്റ്റൺ, ഇത് കറക്റ്റായിട്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. ആ ഭാഗം നല്ല രീതിയിൽ സ്മൂത്തായി മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ?
ഓക്കെ, ഇപ്പോൾ നമ്മൾ കാർബറേറ്ററൊക്കെ കറക്റ്റായിട്ട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്ലോ റണ്ണിങ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഫ്രണ്ട് വശത്ത് വരുന്ന ഈ ഒരു ബ്രാക്കറ്റ്, ഈ ഒരു ബ്ലാക്ക് പീസ് നമ്മളിതുപോലെ റീറ്റൈനർ, ഇതിൽ കമ്പനി കൊടുത്തിരുന്ന റീറ്റൈനർ നമുക്ക് അയക്കാൻ പറ്റാത്ത കുഴപ്പത്തിലുള്ള, അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ടൈപ്പ് റീറ്റൈനറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള കാറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റീറ്റൈനർ ഉണ്ട്, സ്ക്രൂ ടൈപ്പ്, അതാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ നമ്മൾ ഇതുപോലെ നേരത്തെ നമ്മൾ സീറ്റ് അയച്ച ഭാഗങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുക കേട്ടോ. സീറ്റ് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ എല്ലാ ബോൾട്ടുകളും സ്ക്രൂകളും ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സീറ്റ് അൺലോക്കിംഗ് ഒക്കെ ഓക്കെ ആണോ നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു. നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂ കാർബറേറ്ററാണ്. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്താൽ വണ്ടിയുടെ ആ പുള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തപ്പോൾ എയർ ഫിൽറ്റർ എന്തായാലും മാറ്റാനായിട്ടുണ്ട്, അടുത്തതിൽ മാറ്റും. പിന്നെ EGR-ൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ പോകേണ്ട ഓസുകളൊക്കെ കറക്റ്റാണോ നോക്കി. പിന്നെ നമ്മൾ ഈ ഒരു ഫ്യൂവലിൻ്റെ അവിടെ വരുന്ന ഫ്യൂവലിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കാർബറേറ്റർ റിലീസ് ചെയ്തു. ഇപ്പോൾ വണ്ടി ഓക്കെ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് കയറ്റൊന്നും കയറ്റാൻ പറ്റില്ല. കയറ്റം കയറുന്ന സമയത്ത് മിസ്സിങ് വന്ന് വണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. വണ്ടി 30 സ്പീഡിന് നേരത്തെ പോകില്ല, അതായത് കംപ്ലൈൻറ്റ് ബ്ലോക്കായി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വണ്ടിയും ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ടെക്നീഷ്യന്മാരെ ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് തന്നെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. EK Media Tech നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.